രാജ്യത്തെ ജനസംഖ്യാ വ്യതിയാനത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും തുടർ നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ മെയ് 26-ന് ഒരു സമിതി പ്രഖ്യാപിച്ചു. നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റമടക്കം വിവിധ കാരണങ്ങളാൽ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന അസ്വാഭാവിക മാറ്റങ്ങൾ ഏതൊരു രാഷ്ട്രത്തിന്റെയും കാലിക യാഥാർത്ഥ്യങ്ങൾക്കും ഭാവിക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന ട്വീറ്റോടെയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജനസംഖ്യാ വ്യതിയാനത്തെ പറ്റിയുള്ള സമിതിയുടെ രൂപീകരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2021 നടക്കേണ്ടിയിരുന്നതും 6 വർഷം വൈകി ആരംഭിച്ചതുമായ കാനേഷുമാരി കണക്കെടുപ്പിന് സമാന്തരമായാണ് ജനസംഖ്യാ വ്യതിയാന പഠനത്തിന് സമിതിയെ നിയമിച്ചതും തുടർ നടപടികളെ പറ്റിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതുമെന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ സംരംഭത്തിലുള്ള ഉദ്ദേശശുദ്ധിയെ സംശയനിഴലിലാക്കുന്നു. തീവ്ര ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം തുടക്കം കുറിച്ച ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അഥവാ NPR, ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ NRC, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR എന്നീ വിവാദ നടപടികളുടെ ചുവട് പിടിച്ചുള്ള നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ഒന്നായേ ഈ നീക്കത്തെ കാണാനാവൂ. ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള കാനേഷുമാരി കണക്കെടുപ്പിൽ ജാതിമതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യാ കണക്കെടുപ്പും ഉൾപ്പെടുത്തണമെന്ന പൊതു ആവശ്യത്തോടുള്ള മോഡി സർക്കാരിന്റെ സമീപനത്തിൽ അവ്യക്തത തുടരവേ ജനസംഖ്യാ സവിശേഷതകളെപ്പറ്റി വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെന്നിരിക്കെ നടക്കുന്ന പഠനം അന്ധനാനയെ കണ്ടതിന് തുല്യമാവില്ലേ എന്ന ആശങ്ക വ്യാപകമാണ്. വ്യക്തമായ കണക്കുകളുടെയും വസ്തുതകളുടെയും അഭാവത്തിൽ നടത്തുന്ന പഠനം ജനസംഖ്യാ സംബന്ധമായ ഹിന്ദുത്വ ആഖ്യാനങ്ങൾക്ക് സാധൂകരണം നൽകാനുള്ള മോഡി സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണെന്ന് പരക്കെ ആശങ്കയുണ്ട്. 2013-14 അസമിൽ ആരംഭിച്ച NCR പ്രക്രിയ മാത്രമേ ഇതിനോടകം പൂർത്തിയാക്കാനായിട്ടുള്ളൂ. അതിന്റെ ഫലമാകട്ടെ ഏതാണ്ട് 20 ലക്ഷത്തിലധികം പേരെ പൗരന്മാരല്ലാതാക്കുകയും അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് തടവുകാരാക്കുകയും ചെയ്തതാണ്. 2021 അത് രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് മോഡി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എവിടെയും എത്താതെ ത്രിശങ്കുവിലുമാണ്. NPR രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് 6 മാസത്തിലധികം താമസിക്കുകയും തുടർന്ന് 6 മാസം ജീവിക്കുമെന്ന് കരുതപ്പെടുന്നവരുടെ പട്ടിക രൂപീകരിക്കാനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഓരോ ദശകത്തിന്റെയും ആരംഭത്തിൽ സമഗ്ര ജനസംഖ്യാ കണക്കെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കാനേഷുമാരി കണക്കെടുപ്പ് നടത്തുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കുമെന്ന് പറയുന്നതിന്റെ സാങ്കത്യം അവർക്ക് പോലും അറിയില്ലെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കണക്കുകളോടും പഠനങ്ങളോടും മോഡി സർക്കാരിനുള്ള ഭയവും അവജ്ഞയും ലോകമാകെ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ SIRന്റെ അവസ്ഥ അതല്ല. ഇതുവരെ SIR പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 2 കോടിയിൽ പരം പൗരന്മാരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അങ്ങനെ പുറത്താക്കപ്പെട്ടവരുടെ പൗരാവകാശങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുമെന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായ 1 കോടിയോളം മനുഷ്യരെ നാട് കടത്തുന്നതിന്റെ മുന്നോടിയായി തടവിൽ പാർപ്പിക്കുന്നതിന് 12 കേന്ദ്രങ്ങൾ തയ്യാറായി കഴിഞ്ഞതായും അത്തരക്കാരെ പിടികൂടാൻ ആരംഭിച്ചതായും സംസ്ഥാന BJP മുഖ്യമന്ത്രി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആർക്കും യാതൊരു സർക്കാർ ആനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ബീഹാർ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനസംഖ്യാ വ്യതിയാന പഠന സമിതിയുടെ രൂപീകരണ ലക്ഷ്യവും മറിച്ചൊന്നല്ല. പ്രത്യേക ജനവിഭാഗങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് മുദ്രകുത്തി അവർക്കെതിരെ ഭൂരിപക്ഷ മതവികാരം ഇളക്കിവിട്ട് അധികാരത്തിൽ പിടിമുറുക്കുകയെന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ കുതന്ത്രമാണ് മറനീക്കി പുറത്തുവരുന്നത്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ പറ്റി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനസംഖ്യാ വ്യതിയാനത്തെപ്പറ്റിയും അതേപ്പറ്റി പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ യമദൂതന്റെ പങ്കുവഹിക്കുന്ന അമിത് ഷാ ആ ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജനസംഖ്യാ വ്യതിയാന പഠനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ 83-കാരനായ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി പ്രകാശ് പ്രഭാകർ നവലേക്കർ തന്റെ നിയമനത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയും പഠനവിധേയമാക്കേണ്ട വിഷയങ്ങളിൽ തനിക്കുള്ള അജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത സമിതിയിൽ ഒരൊറ്റ ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ അഥവാ വിദഗ്ധൻ പോലും ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. കോടാനുകോടി ജനങ്ങൾ തൊഴിലിനു വേണ്ടി ആഭ്യന്തരമായി കുടിയേറ്റം നടത്തുന്ന രാജ്യത്ത് അതു സംബന്ധിച്ച് തങ്ങളുടെ കയ്യിൽ യാതൊരു കണക്കുമില്ലെന്ന് രാജ്യത്തെ പരമോന്നത കോടതിയെ ബോധിപ്പിച്ച സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ആഭ്യന്തരമായി നടക്കുന്ന വ്യാപക കുടിയേറ്റം രാജ്യത്തെ ജനസംഖ്യയിൽ സൃഷ്ടിക്കുന്ന വ്യതിയാനങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ നിയോഗിക്കപ്പെട്ട സമിതിയുടെ പഠന വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. ജനസംഖ്യാ വ്യതിയാന പഠനത്തിന്റെ പേരിൽ നടക്കാൻ പോകുന്നത് നിക്ഷിപ്ത ലക്ഷ്യത്തോടെയുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തീക്കളിയായിരിക്കും.